ദില്ലി പോലീസ് നടപടിക്കെതിരെ ഐഷി ഘോഷ് സമർപ്പിച്ച ഹർജി കോടതി ഉടൻ പരിഗണിക്കും. പട്യാല കോടതിയാണ് ഹർജി പരിഗണിക്കുന്നത്. YS അഭിനന്ദന്റെ വിശദാംശങ്ങൾ നൽകാൻ. അഭിനന്ദ, വിശദാംശങ്ങൾ. ശ്രുതി, അല്പസമയത്തിനകം തന്നെ ഹർജി പരിഗണിക്കുമെന്നാണ് നിലവിൽ അഭിഭാഷകൻ അടക്കം വ്യക്തമാക്കിയിട്ടുള്ളത്. ഐഷി ഘോഷ് വാറന്റ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജിയാണ് ഇപ്പോൾ പരിഗണിക്കുക. എന്തായാലും അടിയന്തര പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കണമെന്ന ആവശ്യം ഇപ്പോൾ പട്യാല കോടതി അംഗീകരിച്ചിരിക്കുകയാണ്. വാറന്റ് റദ്ദാക്കുമോ എന്നതാണ് ഇനിയുള്ള ചോദ്യം. അല്പസമയത്തിനകം തന്നെ അതിനകത്തൊരു വ്യക്തത വരികയും ചെയ്യും. മറ്റൊരു കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ ഐഷി ഘോഷിന്റെ കാര്യത്തിൽ ഐഷി ഘോഷിനെതിരായിട്ടുള്ള പോലീസ് നടപടിയിൽ AKG ഭവനിൽ കയറി അപ്രതീക്ഷിതമായി ഇത്തരത്തിൽ യൂണിഫോം ധരിക്കാതെ, ബാഡ്ജ് ധരിക്കാതെ എത്തിയ പോലീസ് നടപടിയിൽ പ്രക്ഷോഭം ശക്തമാക്കാൻ CPIM ഒരുങ്ങുന്നു. CPIMന് പിന്തുണ നൽകിക്കൊണ്ട് കൂടുതൽ നേതാക്കൾ AKG ഭവനിൽ എത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്പസമയം മുമ്പ് ജോസ് കെ മാണി MP, P സന്തോഷ് കുമാർ MP അടക്കമുള്ള ഇടത് MPമാർ AKG ഭവനിലെത്തി MABയുമായി കൂടിക്കാഴ്ച നടത്തി എല്ലാ തരത്തിലുള്ള പിന്തുണയുണ്ടാകുമെന്നും അറിയിച്ചു. ഇന്ന് പാർലമെന്റിന് മുന്നിൽ ഇടത് MPമാരുടെ പ്രതിഷേധം ഈ ഐഷി ഘോഷിനെതിരായ പോലീസ് നടപടിയിൽ ഉണ്ടായി. വാറന്റ് റദ്ദാക്കണം. 2021 കേസാണ് ഇത്. ഒരു തവണ ഹാജരായിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ നീതി നിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. CJP പ്രക്ഷോഭത്തിന്റെ ഭാഗമായി താൻ ജന്തർ മന്ദറിൽ കുറേയധികം ദിവസങ്ങളുണ്ടായിരുന്നു. ആ ഘട്ടത്തിലൊന്നും ദില്ലി പോലീസ് നടപടിയിലേക്ക് കടന്നില്ല. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നില്ല. എന്തുകൊണ്ട് ഇത്തരത്തിൽ ഇപ്പോഴൊരു നടപടി എന്നുള്ള ചോദ്യമാണ് ഐഷി ഘോഷ് ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ദില്ലി പട്യാല കോടതി ഇത് പരിഗണിക്കുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 മണിക്ക് ഹർജി പരിഗണിക്കാമെന്ന് കോടതി അറിയിക്കുകയും ചെയ്തു. അഭിഭാഷകൻ ഉൾപ്പെടെ ഇപ്പോൾ പട്യാല കോടതിയിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും വാറന്റ് റദ്ദാക്കുമോ ഇല്ലയോ എന്നത് അല്പസമയത്തിന് തന്നെ നമുക്ക് വ്യക്തമായി അറിയാം. വാറന്റ് റദ്ദാക്കി കഴിഞ്ഞാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാൻ പോലീസിന് കഴിയില്ല. വാറന്റ് റദ്ദാക്കിയില്ലെങ്കിൽ പോലീസിന് അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കാം. അങ്ങനെയെങ്കിൽ നാടകീയ രംഗങ്ങൾക്കായിരിക്കും ഇനിയുള്ള അടുത്ത മണിക്കൂർ സാക്ഷ്യം വഹിക്കുക. കാരണം ഇന്ത്യ മുന്നണിയിലെ ഓരോ അംഗങ്ങളും ഇപ്പോൾ CPIMന് പിന്തുണയുമായി എത്തുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഇന്ന് ജോൺ ബ്രിട്ടാസിന്റെ ഒരു പ്രതികരണം അല്പസമയവും ഉണ്ടായിരുന്നു. രാജ്യസഭയിൽ അദ്ദേഹം വിഷയം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ആ പ്രതികരണം വന്നത്. എല്ലാ സഖ്യങ്ങളും, അതായത് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ CPIMന് പിന്തുണ നൽകി. ഇന്ന് CPIM ഓഫീസിന് നേരെയാണ് ആക്രമണം ഉണ്ടായതെങ്കിൽ നാളെ പോലീസിന്റെ ആക്രമണം മറ്റ് ഓഫീസുകൾക്ക് നേരെയും ഉണ്ടാകും. ഇതൊരു താക്കീതായി കണ്ട ഒരു പ്രക്ഷോഭം, പ്രതിഷേധം അത് രാജ്യമെമ്പാടും ശക്തമാക്കാനാണ് തീരുമാനം. തീർച്ചയായിട്ടും. എന്തായാലും ഇപ്പോഴും ഐഷിയെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങൾ ദില്ലി പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ദില്ലി പോലീസ് നടപടിക്കെതിരെയാണ് ഐഷി ഘോഷ് ഹർജി സമർപ്പിച്ചത്. ആ ഹർജിയാണ് ഉടൻ പരിഗണിക്കാനിരിക്കുന്നത്. വിശദാംശങ്ങളാണ് YS അഭിനന്ദ് നൽകിയത്.